We all have two lives. The second one starts when we realize we only have one. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി അതില്ല എന്ന് റിയലൈസ് ചെയ്യുന്നതാണ്, എത്ര പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നോ അപ്പോഴാണ് നമ്മുടെ ആ സെക്കൻഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായത് എൻ ഇയർ ബാക്ക് ആണ്. ബട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ എൻ്റെ ഒരു കോളേജ് ഫേസിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഞാൻ പഠിച്ചത് CET-ലാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ താല്പര്യത്തോടെ എടുത്ത കോഴ്സൊന്നും ആയിരുന്നില്ല. ബട്ട് CET ആയതുകൊണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് CETians-ന് കിട്ടും എന്നുള്ളൊരു ഹോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എനിക്ക് അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടിയില്ലായിരുന്നു ആഫ്റ്റർ മൈ കോളേജ് ലൈഫ്. സോ ഒരു ട്രാൻസിഷൻ ഫ്രം ഇലക്ട്രിക്കൽ എടുത്തത് ഓൾമോസ്റ്റ് 2 to 3 years എൻ്റെ ഡിഫറെൻറ്റ് കോഴ്സസ് പഠിച്ചതിന് ശേഷമായിരുന്നു. ഡേറ്റാ സയൻസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്തു, വർക്കൗട്ട് ആയില്ല. ആഫ്റ്റർ ഒരു വാക്കിനിൽ കയറിപ്പോയി ഒരു ഓട്ടോമേഷൻ റോൾ സ്റ്റാർട്ട് ചെയ്തു. 2 years ആയിട്ട് ഇപ്പോൾ ഓട്ടോമേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിലെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ മോസ്റ്റ്ലി പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായ കുറേ ചേഞ്ചസും കാര്യങ്ങളുമാണ്. ആൻഡ് അത് സ്റ്റാർട്ട് ഔട്ട് ആയത് ലാസ്റ്റ് ഇയർ ഞാനൊരു ചേഞ്ചിന് തൃശ്ശൂർ പോയി നിന്ന് ഒരു ഫേസ് തൊട്ടാണ്. എനിക്ക് പ്രീവിയസ് കമ്പനി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയി നിന്നിട്ടാണ് വർക്ക് ചെയ്തത്. സോ തൃശ്ശൂർ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു പാടം ഏരിയ ആയിരുന്നു. അപ്പോൾ ഭയങ്കര കാംനെസ് ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു അവിടെ പോയപ്പോൾ. ഒരുപാട് ചേഞ്ചസ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലൈഫ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു, വർക്ക് ചെയ്യുന്നു, രാത്രി ഗെയിം കളിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ ഒരു ലൂപ്പ് മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്നൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ തൃശ്ശൂർ പോയിരുന്നത്. സോ തൃശ്ശൂർ പോയപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതായത് എൻ്റെ കസിൻസ്, അച്ഛമ്മ, അങ്ങനത്തെ കുറേ ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനുപരി ഭയങ്കരമായിട്ട് നേച്ചറായിട്ടൊക്കെ കണക്റ്റഡ് ആയിരുന്നു ഞാൻ. രാവിലെ എനിക്ക് എന്തോ ഓട്ടോമാറ്റിക്കലി എണീക്കാൻ തോന്നുന്നു. എണീറ്റ് രാവിലെ ചിറ്റയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിൾ ഓട്ടാൻ പോകുന്നു പാടത്തിൻ്റെ അടുക്കിൽ കൂടെ. അവിടുത്തെ എന്താ പറയുക പാടത്തിൻ്റെ സൈഡിലൂടെ വെള്ളം പോണേന് എന്താ പറയുക, തോടാണോ? സൈഡിൽ. അപ്പോൾ രാവിലെ എണീക്കുന്നു, ചിറ്റയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഒരു 6 മണിയാകുമ്പോൾ സൈക്കിൾ ഔട്ടാൻ പോകുന്നു. സൂര്യൻ ഉദിക്കുന്നത് കാണുന്നു, കിളികൾ, തോടിലൂടെ വെള്ളം, മീൻ, ഇതൊക്കെ കാണുന്നു. എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു ഫ്രം ട്രിവാൻഡ്രം ടു തൃശ്ശൂർ. ആ ഒരു ചേഞ്ച്. അതിനുശേഷം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ചില്ല് ചെയ്ത് വർക്ക് ചെയ്യുന്നു. വൈകിട്ട് പിന്നെയും അവിടുത്തെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളായിട്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ലൈഫ്. അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ ഇരുന്നിട്ടുള്ള വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, സോഫയിലൊക്കെ ഇരുന്ന് നടു കുറച്ച് സീനായി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തിരിച്ച് ട്രിവാൻഡ്രത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ വന്നതൊരു ഒക്ടോബർ നവംബർ ടൈമിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചി ഇവിടെ വന്നിട്ട് സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയായിട്ട് ജസ്റ്റ് സംസാരിക്കാനായിട്ട് ഒരു കഫേ പോയിരുന്നു. ഈവ്സ് കോഫി ആയിരുന്നു. അപ്പോൾ ആ പോയ ഡേ ആക്ച്വലി ഹാലോവീൻ്റെ പരിപാടി നടക്കുകയായിരുന്നു. അത് നോക്കിയപ്പോൾ ഭയങ്കര ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ. ടോട്ടലി ഞാൻ പണ്ട് പോയിട്ടുള്ള ഈവ്സ് ആയിരുന്നില്ല അത്. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവിടെ ഈവ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുതിയ കമ്മ്യൂണിറ്റീസ് ഫോം ആയിട്ടുണ്ട്. ബോർഡ് ഗെയിം, പിന്നെന്താ നെർഫ്, ഡൈകാസ്റ്റ്, കോസ്പ്ലേ, ഡഡ്ജിയൻസ് ആൻഡ് ഡ്രാഗൺ, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഞാൻ വീണ്ടും തിരിച്ച് ട്രിവാൻഡ്രം വരാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഗെയിംസും. കാരണം മോസ്റ്റ്ലി ഞാൻ കളിക്കുന്ന ഗെയിംസ് ഡിജിറ്റൽ ആയതുകൊണ്ട് അതിനേക്കാൾ അപ്പുറം ഉള്ളൊരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നു. ആൻഡ് ഈച്ച് വീക്കെൻഡ് ഗെയിം നൈറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഗെയിം നൈറ്റിൽ ഡിഫറെൻറ്റ് ബോർഡ് ഗെയിംസ് പഠിച്ചു, ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ആൻഡ് അതൊക്കെ എനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്കങ്ങനെ ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല. ഒരു 3 പേരിൽ കൂടുതൽ ആൾക്കാരെ കണ്ടാൽ എനിക്ക് പേടിയാകും. എനിക്ക് അങ്ങനത്തെ ഒരാളായിരുന്നു. സോ ആ ഒരു പേടിയൊക്കെ ഞാൻ മാറ്റി എനിക്ക് ആ ഒരു ഗെയിം പഠിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻട്രോവേർട്ട് എന്നൊരു സാധനം എന്താണെന്ന് പോലും ഞാൻ മറന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് വന്നു തുടങ്ങിയത്. അതിനുശേഷം ഈവ്സിൻ്റെ തന്നെ ഒരു വോളണ്ടിയറിംഗ് പരിപാടിക്ക് പോയപ്പോൾ ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരും ഒരു സെറ്റ് ഓഫ് വോളണ്ടിയറിംഗ് പരിപാടിയായിട്ട് കൂട്ടം എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. സോ അതിലും ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ കോളേജ് ടൈമിലൊക്കെ നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി ആയിരിക്കുമല്ലോ വോളണ്ടിയറിംഗ് ഒക്കെ പോകുന്നത്. സോ ശരിക്കും എനിക്കായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനൊരു വോളണ്ടിയറിംഗ് ചെയ്തിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ കോൺട്രിബ്യൂഷൻ വലിയ അടിപൊളിയൊന്നും ആയിരുന്നില്ലെങ്കിലും അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വെച്ചും കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. അതൊക്കെ സൂപ്പർ ആയിരുന്നു. ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറേ അടിപൊളി ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കൊരു ഫ്രണ്ട് തന്നിരുന്നു. ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ മീറ്റ് ചെയ്തതും എൻ്റെ ലൈഫിനോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ചായി.
ഞാൻ ഇനീഷ്യലി പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ ഫീൽ ചെയ്തു. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ടായിരുന്നു, ചുമ്മാ യോ പറഞ്ഞതിന് ശേഷം യോൻ്റെ കൂടെ ലോന്നിട്ടിട്ട് യോളോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. യു ഓൺലി ലിവ് വൺസ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അന്നൊക്കെ തമാശ പോലെ പറയുന്ന കാര്യമാണെങ്കിലും എനിക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഞാനൊരു റീലും കണ്ടിരുന്നു. ആ റീലിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വി ജസ്റ്റ് നീഡ് ടു സാറ്റിസ്ഫൈ 2 people ഇൻ അവർ ലൈഫ്. ആ 2 people എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 നമ്മൾ 8 years old ആയിരിക്കുമ്പോൾ ഉള്ള നമ്മുടെ വെർഷനും 8 year old വെർഷൻ ഉള്ള, അതായത് 8 year old വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡ്രീംസ് കാണുന്നൊരു എഡിഷൻ കുട്ടിയായിരിക്കും. ആൻഡ് 8 year old എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ചിലപ്പോൾ നോ റിഗ്രറ്റ്സ് ഉണ്ടാകണം എന്നുള്ളൊരു ഫേസിലെ ആളായിരിക്കുമല്ലോ. ആ 2 ആൾക്കാരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൊരു റിയലൈസേഷൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഞാൻ കുറേ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ഒരു സിമ്പിൾ ലൂപ്പിൽ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഇനീഷ്യൽ സ്റ്റെപ്സ് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബുക്സ് റീഡ് ചെയ്ത് തുടങ്ങി. ബുക്സ് റീഡിങ് സീരിയസ് ആയതിനു ശേഷമാണ് ഞാൻ ആ ഇനീഷ്യൽ ഒരു പർച്ചേസ് തന്നെ നടത്തിയത്, ഈ റീഡർ വാങ്ങിയത്. അത് വാങ്ങിയതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് ഒരു 20 അറൗണ്ട് ബുക്സ് വായിച്ചു. കൂടുതലും ഫിനാൻസ്, സെൽഫ് ഹെൽപ്പ്, പിന്നെ മാങ്കയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ബുക്ക് റീഡിങ് ഞാൻ ഒന്നൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ശേഷം ഞാൻ എൻ്റെ ഹെൽത്തിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി തുടങ്ങിയിട്ടില്ല, ഞാനൊരു 2 weeks പോയി. ആൻഡ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഈ വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു ലൈഫ് ഡോക്യുമെൻറ്റ് ഞാനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ്. ഇതൊരു അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി മുന്നോട്ട് ഇതുപോലെ ചെറുതായിട്ട് കൺസിസ്റ്റൻ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നു. സോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ടോട്ടലി എനിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ആരും കാണുന്നൊന്നും എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. ആൻഡ് ഇത് എൻ്റെ ലൈഫ് ജേർണി ഞാനിതൊരു തുടക്കമായിട്ട് കാണുകയാണ്. ആൻഡ് എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ജേർണി ഞാൻ എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകാൻ പോകണേ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാനിനി കാണാൻ പോകുന്നത്. ഓക്കെ.